അപ്പൻഡിസൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകുടലും വൻകുടലും തമ്മിൽ ചേരുന്ന ഭാഗത്ത് വെർമിഫോം അപ്പൻഡിക്സ് നമുക്കെല്ലാം അറിയാം. ഒരു ചെറിയ ഓർഗൺ നമ്മൾ പണ്ട് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ആ ഓർഗൺ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഓർഗണിന് നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അപ്പൻഡിസൈറ്റിസ് സാധാരണഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പുക്കിളിന് ചുറ്റുമുള്ള വേദന, അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും വലതുവശത്ത് വയറിൻ്റെ വലതുവശത്ത് താഴ്ഭാഗത്തായിട്ട് പുക്കിളിന് താഴ്ഭാഗത്തായിട്ട് നമുക്ക് നല്ല വേദന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പനിയുണ്ടാകാം, ഛർദിലുണ്ടാവാം, വിശപ്പ് കുറയാം. നമുക്ക് ഈ പഴുപ്പിൻ്റെ ഗ്രേഡ് അനുസരിച്ച് പഴുപ്പ് ഒത്തിരി കൂടുതലാണെങ്കിൽ അതനുസരിച്ച് സിംറ്റംസ് വേറെയും അഡീഷണലായി വരാം. ഇത്തരം ഒരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഈ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്ന ചെറിയൊരു വയറിൻ്റെ ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നു കരുതി നമ്മൾ എവിടെയെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ മടിച്ച് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗ്യാസിൻ്റെ ഗുളിക മേടിച്ച് കഴിച്ചാൽ ഇത്തരം ഇൻഫെക്ഷൻസ് കൂടി ഈ അപ്പൻഡിക്സിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മളത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പൂർണ്ണമായി നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഒരു 1-2 ദിവസത്തെ ആശുപത്രി വാസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ്. അതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്താൽ തന്നെ നമ്മളത് ഡയഗ്നോസ് ചെയ്യേണ്ട ഇത്തരം ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ഡോക്ടറെ സമീപിക്കുക. ആ ഡോക്ടർ ആദ്യം ബ്ലഡ് ടെസ്റ്റുകൾ നോക്കും. അതിനകത്ത് ഇൻഫെക്ഷൻ അഥവാ ടോട്ടൽ കൗണ്ട്, CRP പോലുള്ള നമ്മുടെ ബ്ലഡിലെ കൗണ്ടുകൾ കൂടുതലാണോ എന്ന് നോക്കും. അതിനുശേഷം അൾട്രാസൗണ്ട് സ്കാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ സംശയമുണ്ടെങ്കിൽ ഒരു CT സ്കാൻ പോലത്തെ ഒരു സ്കാനിങ് ലെവലിലേക്ക് പോകേണ്ടി വരും. ക്ലിനിക്കലി ഇത് അപ്പൻഡിസൈറ്റിസ് ആണ് എന്നൊരു സർജൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചികിത്സ നമ്മുടെ ഇമേജിംഗ് മൊഡാലിറ്റീസോട് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കത് കീ ഹോളിൽ അപ്പൻഡിക്സ് പഴുപ്പുള്ള അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിന് 2 സിനാരിയോ ആണുള്ളത്. ഇപ്പം പലർക്കും ചോദിക്കും നമുക്കത് മരുന്ന് കൊടുത്താൽ മാറാവോ? യെസ്, അതിനകത്ത് ഒരു ഇത്ര ശതമാനം വരെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചെക്ഷൻസ് കൊടുത്താൽ അത് കുറയും. പക്ഷേ അതുപോലെ തന്നെ അത് കുറയാതെ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാനും സാധ്യതയുണ്ട് വേറൊരു നല്ല ശതമാനത്തിൽ. സോ ആർക്കങ്ങനെ ഉണ്ടാകും ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മുൻപേ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇത് അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി ഒരു പെരിട്ടോണൈറ്റിസ് പോലത്തെ കണ്ടീഷൻസിലേക്ക് പോയാൽ നമുക്ക് ഈ പറയുന്ന ആശുപത്രി വാസം കൂടുകയും അതുപോലെ തന്നെ കീ ഹോൾ സർജറി നടക്കാതെ വരെയും ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് വെറും ഒരു കീ ഹോൾ സർജറി ലാപ്രോസ്കോപ്പിക് അപ്പൻഡിസെക്ടമി എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്കൊരു 1-2 ദിവസത്തെ ആശുപത്രി വാസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതോടുകൂടി നമുക്ക് നോർമലായിട്ടുള്ള ഏത് രീതിയിലുള്ള നമുക്ക് ഭക്ഷണക്രമവും അതുപോലെ തന്നെ നമ്മുടെ വർക്കിലേക്ക് നമുക്ക് ഒരു 3-4 ഡേയ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പൻഡിസൈറ്റിസ് നമുക്ക് പലപ്പോഴും പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് നമ്മളെന്തെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണോ എന്നുള്ളത്. സാധാരണ ഇത് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് നമുക്ക് ഈ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് അപ്പൻഡിക്കോലിത്ത് എന്ന് പറയും. ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള ചെറിയ കല്ലുകൾ നമ്മളുടെ അപ്പൻഡിക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ അപ്പൻഡിക്സിൻ്റെ പ്രോക്സിമൽ ഈ പറയുന്ന നമ്മുടെ വൻകുടലുമായി ചേരുന്ന ഭാഗത്ത് വന്ന് അടഞ്ഞിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടായി അവിടെ നീര് വന്ന് പഴുപ്പ് കെട്ടി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ അത് കഴിക്കുന്നില്ല ഇത് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യൂഷ്വലി ലോ ഫൈബർ ഡയറ്റ്സ് ഉള്ള അതായത് നാര് കുറവ് ഭക്ഷണം ഉള്ളവർക്ക് സാധാരണഗതിയിൽ കൂടുതലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സിനാരിയോ ആണ് ഇത്. പ്രമേഹ രോഗികൾ ഏത് സർജറി കഴിഞ്ഞാലും അത് നമ്മുടെ ഡയബറ്റിക് സ്റ്റാറ്റസ്, ഗ്ലൈസീമിക് സ്റ്റാറ്റസ്, നമ്മുടെ ഷുഗർ ലെവൽ നമുക്ക് പ്രോക്സിമൽ നല്ല രീതിയിൽ കൺട്രോൾ ആയിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ HbA1c പോലുള്ള നമ്മുടെ പാരാമീറ്റേഴ്സ് നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. അത് നമ്മുടെ മുറിവ് ഉണങ്ങുന്നതിനും അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ മുറിവ് പഴുത്തിട്ട് നമുക്കൊരു ഹെർണിയ ഉണ്ടാവാതിരിക്കാനും എല്ലാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാനും എപ്പോഴും പ്രമേഹം നമ്മുടെ സർജറിയുടെ മുമ്പും സർജറിക്കിടയിലും സർജറിക്ക് ശേഷവും കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്.